ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന സമയത്ത് വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്ന് സുവമോട്ടോ ഹൈക്കോടതി മുമ്പാകെയുള്ള റിട്ട് ഹർജിയിൽ കക്ഷി ചേർന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്, സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഒരു തൊഴിലിടമാണ് എന്നും എല്ലാ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇൻറ്റേർണൽ കമ്മിറ്റികൾ ഉണ്ടാവണം എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പബ്ലിഷ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുള്ളത്, അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ള ആളുകൾ പിന്നെ അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ നിയുക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഉത്തരവാദപ്പെട്ടിട്ടുള്ള IPS വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആർക്കും കേസെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനനുസരിച്ച് മൊഴി നൽകുന്നതായി കഴിഞ്ഞാൽ അത് കേസെടുക്കും എന്നുള്ളതാണ്. വ്യാജ പരാതികൾ അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. തീർച്ചയായിട്ടും വന്നിട്ടുള്ള പരാതികളിൽ കൃത്യമായിട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും മറ്റ് ഭാഷകളിലുള്ള അയൽ സംസ്ഥാനങ്ങളിലുള്ള സിനിമാ മേഖലയിലടക്കം ഈ സിനിമാ മേഖല എങ്ങനെയാണ് ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു നല്ല സന്ദേശം കൊടുക്കാൻ ഈ സംഭവങ്ങൾ ഇടവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഇപ്പം ഇൻറ്റേർണൽ കമ്മിറ്റികൾ ഫോം ചെയ്യാനും ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനും ഉതകുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ സിനിമാ മേഖലയിലുള്ള ജോലി ചെയ്യുന്ന വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾ അവർ പരാതിപ്പെടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസത്തോടു കൂടി തൊഴിലെടുക്കാൻ ഏത് തൊഴിൽ മേഖലയായാലും കഴിയേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് ഹർഷീനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായം ഉദ്ദേശിക്കുന്നത്? ഇന്നലെയാണ് അവർ നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ ഹർഷീനയുടെ പരാതി ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ ഹർഷീനയുടെ വീട്ടിൽ നേരിട്ട് പോയിട്ട് അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാ സഹായങ്ങളും ഞങ്ങൾ അന്ന് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അവർ നേരിട്ടുള്ളത് ഒരു വളരെ യാതന നിർഭരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. വനിതാ കമ്മീഷൻ അന്ന് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, ആരോഗ്യ വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പോലീസ് ബന്ധപ്പെട്ട ഡോക്ടർമാർക്കെതിരായിട്ട് കേസെടുക്കാൻ പോലും തയ്യാറായി. ഇതും ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അന്വേഷണം നടത്തി ഇന്നത്തെ ഒരു രൂപത്തിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ അനാസ്ഥ കാട്ടിയിട്ടുള്ള ഡോക്ടർമാരിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടാൻ ഹർഷീനക്ക് അവകാശമുണ്ട്. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം അവർക്ക് നഷ്ടപരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ വനിതാ കമ്മീഷൻ്റെ ഇടപെടലിലൂടെ അവർക്ക് സൗജന്യമായിട്ടുള്ള നിയമസഹായം വനിതാ കമ്മീഷൻ ഒരുക്കി കൊടുക്കും. അല്ല, അവർ നടത്തിയിട്ടുള്ളത് റോഡിലിറങ്ങിയിട്ട് സമരം ചെയ്യുക എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടിയിട്ട് അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് അന്ന് തന്നെ പോകണം എന്നുള്ള അഭിപ്രായം കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം അവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാവുന്നതിനുള്ള സാഹചര്യമുണ്ട്, അവർക്ക് നിയമസഹായം നൽകാം എന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവരത്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധ സഹായങ്ങളും വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതെ അതെ, വാർത്തകളിലൂടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ ഇന്ന് സുവമോട്ടോ കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട പോലീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിറം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞ് ഒന്നിച്ച് കുറച്ചു കാലം ജീവിച്ചു, അതും കേവലം 19 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. എങ്ങനെയാണ് കേരളത്തിലെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് പെൺകുട്ടികളെ കാണുന്നത് എന്നുള്ളതിൻ്റെ, അപ്പോൾ അവരെ വളരെ വൈകാരികമായിട്ടുള്ള രൂപത്തിൽ ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ കണ്ട സമയത്ത് വളരെ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ കുട്ടിയെ ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ട്, ബോഡി ഷെയ്മിങ് അനുവദനീയമല്ല എന്നുള്ളത് ഇന്നലെ
ഈ പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ആർക്കും ബോഡി ഷെയ്മിങ് നടത്താൻ, അത് ആ പുരുഷൻ്റെ ആണെങ്കിലും സ്ത്രീയുടെ ആണെങ്കിലും ബോഡി ഷെയ്മിങ് നടത്താനൊന്നും പാടില്ല. ഈ പെൺകുട്ടിയെ നിറം ഇല്ല, ഈ കറുപ്പ് നിറം എന്താണ് അതിൻ്റെ അപകടം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിറം പോരാ എന്ന് പറയുമ്പോൾ വെളുത്തിരിക്കണം എന്നുള്ള ധാരണയിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം അവർക്ക് കേൾക്കേണ്ടി വന്നത് എന്നാണ് അവർ ഈ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ പെൺകുട്ടി ആത്മഹത്യയിൽ അഭയം തേടി എന്ന് പറയുമ്പോൾ അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള പെൺകുട്ടികൾ ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആത്മഹത്യയിൽ അഭയം തേടുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സ്ത്രീധനം ചോദിച്ച് വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. വിവാഹം നഷ്ടമായി കഴിഞ്ഞാൽ, വിവാഹബന്ധം ശിഥിലമായി കഴിഞ്ഞാൽ ജീവിതം തന്നെ പോയി എന്നുള്ള കാഴ്ചപ്പാടാണ് പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഒരു വിവാഹബന്ധം സ്മൂത്തായിട്ട് നല്ല സൗഹാർദ്ദപരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ വിവാഹബന്ധം തുടർന്നു പോകുന്നതിൽ അർത്ഥമുള്ളൂ. ഇങ്ങനെ അധിക്ഷേപത്തിന് വിധേയമാക്കാൻ ഒരു പുരുഷൻ തയ്യാറാകുമ്പോൾ അയാൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കാൻ ആർജവമുള്ള ഒരു മനസ്സാണ് ആ പെൺകുട്ടിക്ക് വേണ്ടിയിരുന്നത്. അല്ലാണ്ട് ജീവിതമാകെ പോയി, വിവാഹബന്ധം ഇല്ലാതായി കഴിഞ്ഞാൽ ജീവിതം തന്നെ തകർന്നു പോയി എന്നുള്ള ധാരണയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ വരുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് കാണുന്നില്ല. നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഇത്തരം സാഹചര്യത്തിൽ ആ പെൺകുട്ടികൾക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ച് ഓരോ വ്യക്തിക്കും അഭിമാനമുണ്ടാകുന്ന ഒരു അന്തരീക്ഷം വളരെ അനിവാര്യമാണ്. ആരെങ്കിലും അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യയിൽ അഭയം തേടുകയല്ല മാർഗം. അതിനെതിരായിട്ട്, അങ്ങനെ അധിക്ഷേപിക്കുന്നവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികൾക്ക് തയ്യാറാവുകയാണ് വേണ്ടത്.